ദേവസ്യേട്ടാ, ദേവസ്യേട്ടാ, ഓ, എനിക്ക് ഇന്ന് എന്താ ഉണ്ടാക്കി തരുന്നേ? നിനക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി തരും. ചിക്കനും മട്ടൻ നൂഡിൽസ് എല്ലാം ഉണ്ടാക്കി തരുമോ? പിന്നെ ഇവിടെയുള്ള തെണ്ടികളൊക്കെ കാണാതെങ്കിലും ഞാൻ ഉണ്ടാക്കി തരും. അതെ, ഞാൻ ആരെ കാണാതെ തരും. അയ്യോ, അതൊക്കെ നിക്കാ കഴിഞ്ഞിട്ട്. അത് നിക്കാതെ കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചാ മതി. ഒന്ന് പോ ദേവസ്യേട്ടാ. ഒന്ന് പഴം കഴിച്ചാലൊക്കെ അന്തരാ. എടാ അങ്ങനെ ആവില്ല, പക്ഷെ അത് അങ്ങനെ കൺവിൻസ് ചെയ്ത് അത് വിശ്വസിച്ച നമ്മള് ഒരു കണക്കിന് പൊട്ടന്മാരാ. ഞാൻ അതാ പറയുന്നത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നില്ല. അതിന് നമ്മൾ രണ്ടുകൂടെ നമ്മുടെ ഒരു കോംബോ. അല്ലടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കുരു പിന്നെയും കഴിച്ചു കഴിയുമ്പോ കാഴ്ചശക്തി കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചു അല്ലേ? നമുക്കേ ഒരു കാര്യം ചെയ്താലും ഇതിനെതിരെ ഒരു റിവ്യൂ ഇടാം. ഈ കാര്യം ഇട്ടേച്ച് നമ്മളപ്പം ഫേമസ് ആയാലോ? ഇപ്പൊ റിവ്യൂ ഇട്ട ഫേമസ് ആവും. നളിൻ ഷോക്ക് എന്നുള്ള പേരായിട്ട് ഒരു യൂട്യൂബ് ചാനൽ. എടാ, എന്റെ പേര് അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നീട് സിനിമ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടാവും. ശരി, പണ്ട് നല്ല പേരാണല്ലോ. പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്ത് വെച്ചെന്നും പറഞ്ഞ് നമ്മൾ അതിനെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അന്ന് ആൾക്കാരത് വിശ്വസിച്ചു. ഇപ്പൊ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൊട്ടന്മാര്. ഇവിടുന്ന് ഡയലോഗ് അടിക്കുന്ന നമുക്കറിയത്തില്ല. നീ മറ്റേ തിയേറ്ററിൽ കിടന്ന് ഡാൻസ് കളിച്ചോണ്ടിരുന്നെന്നുള്ളത് മിണ്ടരുത് നീ. എടാ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ അതിൽ നിന്നൊക്കെ മാറി വന്നില്ലേ? ഇവിടെ വരെ എത്തിയില്ലേ? എന്നിട്ട് മേളിലോട്ടൂടെ എത്തണം. കണ്ടോ, ഇപ്പം പഴം കഴിച്ചാൽ കണ്ണു പോകുന്ന ഒരു സീനൊക്കെ ഇറങ്ങി വന്നപ്പോ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശ്വസിപ്പിച്ചെഴുതിയിട്ട് വേണം സിനിമ ചെയ്യാൻ. ഏത് ഇതൊരു പോയിന്റാ. പിടിച്ചിരിക്കണേ പാടാ. ആകെ അവിടെ സ്ത്രീധനം കിട്ടിയ കാശും കണ്ട് ഇവിടുത്തെ വാടകയും കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇപ്പം 100 പോയെന്നാ പറഞ്ഞു. ഇപ്പം 100 ഇല്ല 10 ഇല്ല. എല്ലാം മുക്കൊണ്ടാ ഞാൻ വെച്ചേക്കുന്നത്. ഒരു പണിയില്ലാണ്ടിരിക്കുക. മൂടി ചോപ്പ് ഇട്ട് എവിടെ പോവാ? സമ്മേളനത്തിന് വന്നു. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഞാൻ സ്നാപ്പ് അയച്ചപ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തോന്നുന്നു ഭംഗിയായിട്ടുണ്ട്. കാളയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കണ്ട കേട്ടോ. ഫ്രണ്ട്സ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അയക്കും. ഈ മനുഷ്യൻ. അതെ, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാ. ഒരു 5-6 പേരെ കാണാനുണ്ട്, വൈകുന്നേരം വരെ. ഇത് നല്ലതാണെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ആണോ? ചെറുതായിട്ട് 5-6 ഫ്രണ്ട്സോ? ഈ ഓണം കയറാൻ മൂലം വന്നിട്ട് 2 മാസമായുള്ളൂ. നിനക്ക് എവിടുന്ന ഫ്രണ്ട്സ്? നല്ല മനുഷ്യർക്ക് ഫ്രണ്ട്സിനെ കിട്ടും. അവരോട് സംസാരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഭർത്താവിന് സംസാരിക്കാൻ സമയമല്ലോ. വാട്ട് ക്യാൻ ഐ ഡു? അല്ല, മാക്സ് യു സിറ്റ് ഹിയർ. ഇവിടെ ഇവ എന്തായാലും ഞാൻ പോവാ. പെട്രോളില്ലല്ലോ കാരണം. ഓട്ടോയിൽ പൊക്കോളാം. ഇടി മിന്നലൊക്കെ മഴയുടെ കോളുണ്ട്. അപ്പൊ മിന്നലൊക്കെ ഇട്ടോണ്ട് പോകും. കുഴപ്പമില്ല. ഞാൻ ഊരിയൊക്കെ സ്വർണം ഭർത്താവിനെ ഏൽപ്പിക്കണമെന്ന് ഇപ്പം ന്യൂസിനകത്തുണ്ടായിരുന്നു. എന്തോന്ന് പോടത്? അതൊന്നല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ പോയി വരുമ്പോ എന്റെ വീട് എങ്ങനെയാണ് ഇരിക്കണേ അതുപോലെ തന്നെ ഇരിക്കണം. ഒരു സാധനം മാറരുത്. നിന്റെ പറച്ചിൽ കേട്ട ഓർക്കുമല്ലോ, ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. നേരെ വീട് തിരിച്ചങ്ങോട്ട് വെക്കാൻ. തിരിച്ചൊന്നും വെക്കില്ല. കിട്ടിയ നിലയെടുത്ത് പണയം വെക്കാം. എനിക്കറിയാൻ പാടില്ലേ. ഞാൻ പോവാ. എടി, ഷെൽഫ് പൂട്ടിയിട്ടുണ്ടോ? അതൊക്കെ പൂട്ടി കീ എന്റെ കയ്യിലുണ്ട്. എത്ര പേരെ കാണുണ്ടെന്ന് പറഞ്ഞേ? 5-6 പേരെന്നൊക്കെ പറഞ്ഞായിരുന്നു. 6 × 1.5 മണിക്കൂർ, 9 മണിക്കൂർ എടുക്കും വരാൻ. പിന്നെ ഇവിടുത്തെ തള്ളൊക്കെ ഓരോരുത്തരടുത്ത് വിവരിക്കണമെങ്കിൽ അപ്പൊ പിന്നെ പാതിരാത്രി ആവല്ലേ? എപ്പോഴേലും വരട്ടെ, സമാധാനം ഉണ്ടല്ലോ. അത്ര നേരം അല്ലേ ഇപ്പൊ പണിക്ക് പോന്നും പറഞ്ഞ് ഇവിടെ ആരാ ലേബർ കമ്മീഷൻ. അത് ശരിയാ. പിന്നെ നമുക്കൊരു ഫ്രീഡമായി. അന്തരീക്ഷത്തിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ? ഇതിന്റെ കൂടെ ഒരു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു അല്ലേ? മറ്റേ അയാളടുത്ത് വല്ലതും പറ. കുക്കിന്റെ അടുത്ത് പറയാൻ നമ്മളെ ഈ പുള്ളി എടുത്ത് പറഞ്ഞ പുള്ളിക്കൊന്നും താല്പര്യം ചിലപ്പോ ഉണ്ടാവില്ല. അയാൾ നമ്മള് പൈസ കൊടുത്ത് അതിനല്ലേ ഇവിടെ നിർത്തിയേക്കുന്നത്. ഒരു കട്ടൻ ചായ ഇട്ട് തരാ പാട്. കട്ടൻ ചായ ഞാനതല്ലടാ ഉദ്ദേശിച്ചത്. ചെറുത് പറഞ്ഞ നല്ല വൈബായിരിക്കും ആരും ഇല്ലാത്തപ്പോഴത്തേക്ക്. അയാളടുത്ത് പറഞ്ഞാൽ ഇച്ചിരി ചുക്കിട്ടേച്ച് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി. മാറുന്നുണ്ടോ അതിനൊക്കെ? എന്ത് അല്ല നീ എടാ തല്ലടാ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെറുത് മേടിച്ചാലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി എന്ത് പോട്ടെ. നിന്റെ എത്ര രൂപ ഉണ്ട്? എന്റെ 220 രൂപ. അല്ലടാ, നീ ക്യാഷ് എങ്ങനെയെങ്കിലും ഒപ്പിക്കുവാണെങ്കിൽ, നിന്റെ ക്യാഷിന്റെ പവർ നീ കാണിക്കുവാണെങ്കിൽ എന്റെ മാൻ പവർ ഞാൻ യൂസ് ചെയ്ത് സാധനം ഇവിടെ എത്തിക്കാം. എന്റെ കാശിന്റെ പവർ 220 രൂപ ഉണ്ടെങ്കിൽ എനിക്കങ്ങ് മേടിച്ചടിച്ചാൽ മതിയല്ലോ. നമ്മുടെ ദേവസ്യോട് പറഞ്ഞ് സെറ്റാക്കിയാലോ? സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഷെയർ ഇടാൻ പറയാം. എന്റെ പുള്ളിനെ പറ്റിക്കുക. പല്ല് ഏതോ ഇളകിയിട്ടുണ്ടോ? ഒരു കള്ളത്തിലൊക്കെ രാവിലെ നല്ല വരയാ. നല്ല മാമന്റെ
അവനോടെ കൊണ്ട് വെച്ചേ കറക്റ്റ് മയിൽക്കുറ്റിയുടെ മണ്ട വരച്ചേക്കുന്ന പോലുണ്ടല്ലേ. അതെ, ഇന്നിപ്പം ശോഭന ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്താണല്ലോ ഒരു ഫ്രീഡം കിട്ടിയൊരു ദിവസമാണ്. ശരിയല്ലേ? ശരിയല്ലേ? എനിക്കല്ല, നിങ്ങൾക്ക് രണ്ടുപേരും. ഞാൻ പറയുമ്പം ഒന്നും തോന്നരുത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നീ പറഞ്ഞ പ്രത്യേകിച്ചൊന്നും തോന്നൂല. നീ ഇങ്ങനെ ഒരു വിചാരം ഇല്ലാത്ത സംസാരമാണല്ലോ നിനക്ക്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. നീ പറഞ്ഞോ. ഞങ്ങളെ ഒരു ചെറുത് മേടിച്ചാൽ കൊള്ളാന്നുള്ളൊരു ആലോചനയുണ്ട്. എന്ത് ചെറുത്? അല്ല, ദേവസ്ചേട്ടനും വെറുതെ നിൽക്കുവാണല്ലോ, ചെറുത് എന്തെങ്കിലും. ഇല്ല, എനിക്ക് താല്പര്യം. നിങ്ങൾ ഇവിടെ വേറെ ആരും നോക്കും. എനിക്ക് കുറച്ച് പണിയുണ്ട്. ശോഭന നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു വിഭജിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തിന്നെ ഉണ്ടാക്കുന്ന തരല്ലേ, നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കേ. വേറെ കാര്യമുണ്ട്. മറ്റേത് കിട്ടും, നാടൻ. അത് കിട്ടും. മറ്റേ ആഞ്ഞിലി ചക്ക ഇട്ട് വാറ്റിയതല്ലേ? അയ്യോ അല്ലടാ, കിട്ടുക്കാൻ സാധനമുണ്ട്. അതാ കിട്ടുക്കൻ സ്വർണ്ണ ഇട്ട് വാറ്റിയ വാറ്റുണ്ട്. 24 ക്യാരറ്റ് സ്വർണ്ണം ഇട്ട് വാറ്റോ? അത് കിട്ടും. വാട്ടർ ഇട്ടല്ലേ വാറ്റുന്നത്? ഇത് ഇത്തിരി കൂടെ വില കൂടുതലാണ്. ലിറ്ററിനായിട്ട് 850 രൂപ മറ്റോ. 850 രൂപ. പക്ഷെ സ്വയംഭ സാധനം കിട്ടും. പക്ഷെ അത് പെട്ടെന്ന് ചാർജ്. ചേട്ടന് വേണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് ചാർജ് ആകും. സൂപ്പർ ചാർജ് ആയിട്ട് കുറേ ദിവസമായി. അല്ല, ദേവസ്ചേട്ടൻ കഴിക്കുന്നില്ല. അതാണ് ഞാൻ പിന്നെ. അല്ല, ഞാനത് അല്ല വേണ്ട, നാടൻ വാറ്റാണെങ്കിൽ നോക്കായിരുന്നു നമുക്ക്. പിന്നെ നിങ്ങളും കൂടി ആഗ്രഹിച്ചതല്ലേ. നമുക്ക് ഇത്ര വെച്ചും വിളമ്പിയും ഈ മറ്റേ ഈ ഇതൊക്കെ പുറകിൽ ഒളിപ്പിച്ചും ഇന്ന് കഴിക്കുന്ന ആളല്ലേ. അതുകൊണ്ടല്ല, ഇതാരും കണ്ടില്ലെന്ന് വിചാരിച്ചില്ലേ. നമുക്ക് ഒരു ഫ്രീഡം കിട്ടിയ ഒരു ദിവസം നമ്മളത് മാന്യമായിട്ട് വിനിയോഗിക്കണം. അത് നമ്മുടെ കൂടെ കൂട്ടി നമ്മളിപ്പോ ഒന്നാ. നമ്മൾ കാര്യം ചില സമയത്ത് ആഹാരത്തിന്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ പറയാറുണ്ടെങ്കിലും ഞങ്ങൾ ഒരു മനസ്സിൽ കൊള്ളിച്ച് പറയുന്നതല്ല ഇത്. അതെ, രാവിലെ എഴുന്നേക്കുമ്പോഴും ഞാനല്ലേ വന്ന് ചോദിക്കുന്നത് കുളിച്ചോന്ന്. ഞങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്ക് മാറി സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അതെ, പുള്ളി അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ആഹാരം വേറെ എവിടെ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മിസ് ചെയ്യുന്നു. അല്ല, അപ്പൊ ഞാൻ 850 ഇടണോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് മാമന് ശമ്പളം തന്നതുകൊണ്ടല്ലോ അവളുടെ മറ്റേ മോതിരം അടിച്ച് മാറ്റിട്ട് അവിടെ. അത് എന്റെ ശമ്പളമല്ലേ? എന്റെ ശമ്പളം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് സമയത്ത് തരാനുള്ള മനസ്സ് മാമനെ ഓർക്കണം. അത് അല്ല, അത് ചിലപ്പോൾ 2-3 എണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞില്ല. അത് പോ. ശരി. പൈസ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. നീയൊക്കെ പുറത്തു നിന്ന് ഞാൻ എടുത്തിട്ട് വരാം. ബാത്റൂമിലാണ് വെച്ചിരിക്കുന്നത്. ഞാനും വരാം. അപ്പൊ ബാത്റൂമിലോ വല്ല ചെലഞ്ചോ വല്ല കളിച്ചു. വേണ്ട, നിന്നൊക്കെ പേടിച്ചിട്ടാണ് ബാത്റൂമിൽ കൊണ്ടുവച്ചത്. നീ അവിടെ എടുക്കണം. അല്ല, ഇവിടെ ഇരുന്നോ, ഞാൻ പോയി എടുത്തിട്ട് വരാം. സന്തോഷിക്കാൻ വേണ്ടിട്ടാ മനുഷ്യൻ സന്തോഷമാക്കി. നിർമ്മിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ മണ്ടൻ എന്തെങ്കിലും പറഞ്ഞ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ മേരെ കൺവിൻസ് ചെയ്യും. നീ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇരിക്കുക കയറ്റും. പുള്ളി കാശും കൊണ്ട് വരും. പിന്നെ നമ്മൾ പിന്നെ വകുപ്പടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? സ്വർണം കൊണ്ട് വാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പുറത്തുനിന്നുള്ള സ്വർണ്ണമല്ല, അപ്പൊ വൈറ്റ് ഗോൾഡ് ആയിരുന്നു ഇട്ടത്. പിന്നെ ബീഫ് കറിയാണോ ഇത്? ബീഫ് കറിയല്ല, അത് രാവിലെ പുട്ടിന്റെ കടലക്കറിയാണ്. ഞാൻ ആ കടല മാത്രമുള്ളത് ബാറ്റ് ചെയ്തെടുത്തു. ബീഫിന്റെ മസാല ഇട്ടുണ്ട്, അതിന്റെ സ്മെല്ലുണ്ടോ? പുള്ളി നളപാചകത്തെയും എടുക്കണില്ലേ? അതെ, കുറേശ്ശെ കേട്ടോ. കുറേശ്ശെ കഴിച്ചാടി. ഇനി ഞാൻ അടുത്ത ട്രിപ്പ് ഇത് മുട്ടും കൂടെ തിന്ന് തീർക്കോ? നീയൊക്കെ കൂടി കടല തീർക്കുന്നത് വേറെ ഇല്ല. അതെനിക്ക് എടാ, ഈ നാരങ്ങ നാരങ്ങ പിഴിഞ്ഞ് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. എനിക്കിത് ടേസ്റ്റ് ഇഷ്ടമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ശോഭനമോള് വരണം. ഡോ പണിയുള്ളയാ എന്ന് നോക്കട്ടെടാ. ഇവൻ്റെ വീട് ഏത് ഗുദാമിലാണെന്ന് അറിയാൻ പാടില്ലത്. ലൊക്കേഷൻ ഇട്ടിട്ടോ മനസ്സിലാകുന്നില്ല എനിക്ക്. സമയം വൈകി. ചേച്ചിനെ കണ്ടിട്ടുണ്ടല്ലേ? ചേച്ചിയാ? ഇൻസ്റ്റാഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ? ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. ഒരു റീൽ അങ്ങ് റീച്ച് കിട്ടിയെന്ന്. ആ സുബ്രഹ്മണ്യന്റെ ഭാര്യയല്ലേ? ആ അതെ. അവൻ കുറച്ച് എനിക്ക് പൈസ തരാണ്ടല്ലോ. കുറെ നാളെ അവൻ എന്നെ പറ്റിച്ചോണ്ട് കിടക്കുക. നിങ്ങൾക്കറിയാവോ അത്? സിനിമയുടെ ആവശ്യത്തിനൊക്കെ. സിനിമയുടെ ആവശ്യത്തിലോ? അവൻ്റെ സിനിമയിലെ പരിപാടി. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, അവനെ സിനിമയിലും കണ്ടിട്ടില്ല, സീരിയലിൽ കണ്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടില്ല, ഫേസ്ബുക്കിലൊന്നും അവനെ കണ്ടിട്ടില്ല.
അല്ല ആൾ ആക്ച്വലി സിനിമയിലുണ്ട്, പിന്നെ പബ്ലിസിറ്റി ഇഷ്ടമല്ലാത്ത അങ്ങനെ പറയുന്നില്ല എന്നുള്ളൂ. ഞങ്ങൾ പുറത്ത്. അവൻ വീട്ടിലുണ്ടോ? വീട്ടിലില്ല. അല്ല വീട്ടിൽ കാണുമെന്നല്ലോ എന്നോട് നേരത്തെ പറഞ്ഞത്. ഇല്ല, രാവിലെ അത്യാവശ്യമായിട്ട് എന്തോ ഹോസ്പിറ്റൽ കേസ് വന്ന് പോയേക്ക. ഹോസ്പിറ്റലിൽ കേസല്ലോ, അവന്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു, അവൻ വീട്ടിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. കൂട്ടുകാരൻ ആരും ഉദ്ദേശിക്കുന്നത്? ആ ബിനീഷ് ഇല്ലേ, ബിനീഷ് അവന്റെ മെയിൻ ഫ്രണ്ട്. വെറുതെയാ വാ തുറന്ന് കള്ള പറയുള്ളൂ. ചിലപ്പോൾ ആ പുള്ളിക്ക് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ ഭർത്താവ് ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത്. വീട്ടിലില്ല എന്തായാലും. നാളെ ആയിരിക്കും വരിക. നാളെ രാവിലെ എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടല്ലോ അവനാ. അപ്പൊ വൈകുന്നേരം വന്നാൽ മതി, കുഴപ്പമില്ല. ആള് വീട്ടിൽ തന്നെ ഉണ്ടാവും. ഉണ്ടാവുന്ന ഉറപ്പാണോ? ആ നാളെ ഉണ്ടാവും. ഓക്കെ, ചേച്ചിയുടെ ഉറപ്പ് പ്രകാരം ഞാൻ പോവാ. ചേച്ചിയെങ്കിൽ ചേച്ചി പോയിട്ട് വാ. നാളെ വന്നാൽ മതി. ശരി ശരി. എന്നാലും സുഖം എന്തിനാ അത്ര രൂപ വന്നേ? മൂടും പോയി.